സ്വരാജിന്റെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്ന ചിലരെ കാണാനിടയായി. വിഷകല, സംഘി പണിക്കർ, മൗദൂദി ദാവൂദ്, ജമാഅത്ത് ഇസ്ലാമി, മീഡിയ വൺ ചാനൽ, ജനൻ TV. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ആഹ്ലാദിക്കുന്നവർ ഈ സമൂഹത്തിൻ്റെ ഏത് ധാരയിൽ വരുന്നവരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. സംഘി പണിക്കർക്ക് ഇങ്ങനൊരു ആഘോഷമില്ല. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി എങ്ങനെയും സ്വരാജിന് ജനങ്ങൾക്കിടയിലുള്ള ഇമേജിനെ പരിഹസിച്ചില്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്. സംഘി മുതലാളിമാരുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങി അവരെ താങ്ങി നടക്കുന്ന ഇലക്ട്രൽ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. പിന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, സ്വന്തം സോഷ്യൽ മീഡിയയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൈ കഴയ്ക്കുന്നത് വരെ സ്വരാജിനെതിരെ ആ രീതിയിലുള്ള ട്രോളലുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ തുടരട്ടെ. കുറച്ച് സമാധാനം സ്വരാജിന് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെ. പിന്നീട് വിഷകലയുടെ പ്രതികരണമാണ്. ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു. രാജ്യത്തെ ചൊറിയാനും ഹിന്ദുത്വത്തെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യജാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം. ആര്? വിഷകല. ഇതിന് സമാനമാണ് മൗദൂദി ചാനലിനുള്ളിലിരിക്കുന്ന ദാവൂദ് സംഘവും. ഇടത് ഹിന്ദുത്വക്കേറ്റ തിരിച്ചടി അത്ര. പിന്നീട് കോൺഗ്രസിലേക്ക് എത്തിയ ഹാഫ് സംഖ്യയായിട്ടുള്ള സന്ദീപ് വാര്യറും പറയുന്നുണ്ട്,